നമസ്കാരം. ക്രിസ്മസിന് ഭവന സന്ദർശനം നടത്തി അരമനയിൽ ചെന്ന് കേക്കും വീഞ്ഞും പങ്കിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താമെന്ന് കണക്കുകൂട്ടുന്ന സുരേന്ദ്രനും കേരളത്തിലെ BJP നേതാക്കൾക്കും അത്ര സുഖകരമായ വാർത്തകളല്ല അങ്ങ് വടക്കുനിന്നും വരുന്നത്. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അതവിടെ കിടക്കില്ലെന്ന് പറഞ്ഞ പോലെയാണ് ഹിന്ദുത്വ വിദ്വാൻമാരുടെ പണി അസമിലും രാജസ്ഥാനിലും മറ്റും യഥാവിധി നടക്കുന്നത്. അവിടെ അവർ അവരുടെ ജന്മസ്വഭാവം കാണിക്കുന്നതാണ് സുരേന്ദ്രനും കൂട്ടർക്കും വിനയാവുന്നത്. BJP ഭരിക്കുന്ന അസം, രാജസ്ഥാൻ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ സരസ്വതി പൂജ നടത്തണമെന്ന ഭീഷണിയുമായി തീവ്ര ഹിന്ദുത്വ സംഘടനകൾ രംഗത്തു വന്നതാണ് പുതിയ എപ്പിസോഡ്. ഉദയ്പൂരിലെ ധജനഗറിലുള്ള ഡോൺ ബോസ്കോ സ്കൂളിൽ പൂജ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു ജാഗരൺ മഞ്ചാണ് ഇത്തവണ രംഗത്തു വന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണെന്നും പൂജയ്ക്ക് അനുമതി നിഷേധിച്ചാൽ സർക്കാരിന്റെ പിന്തുണ തേടുമെന്നും ജാഗരൺ മഞ്ച് പറഞ്ഞു. ഇതിനെതിരെ ഡോൺ ബോസ്കോ സ്കൂൾ പ്രിൻസിപ്പൽ സലേഷ്യൻ സിസ്റ്റർ ടെസി ജോസഫ് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകി. അല്ലാതെ അവരെന്തു ചെയ്യും? സർക്കാരിന് അത്ര വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ പരാതി മജിസ്ട്രേറ്റിന് നൽകിയത്. നിയമവിരുദ്ധമായ പ്രവൃത്തി തടയണമെന്നും സ്ഥാപനത്തിനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും പ്രിൻസിപ്പൽ പരാതിയിൽ ആവശ്യപ്പെട്ടു. അസമിൽ 3 സ്കൂളുകൾക്ക് കൂടി സമാനമായ ഭീഷണി ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് പ്രദേശത്തെ മിഷണറി സ്കൂളുകളുടെ പ്രതിനിധികൾ ഞായറാഴ്ച ഗുവാഹത്തിയിൽ അടിയന്തര യോഗം ചേർന്നു. ഫെബ്രുവരി 8, 9 തീയതികളിൽ ഈ സംഘം 3 തവണ സ്കൂളിലെത്തിയതായി പ്രിൻസിപ്പൽ പറഞ്ഞു. ഹിന്ദു ജാഗരൺ മഞ്ചിന്റെ അംഗങ്ങളെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സംഘം പ്രിൻസിപ്പലിന്റെ ഓഫീസ് സന്ദർശിക്കുകയും അവർ സ്ഥലത്തില്ലാത്തതിനാൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ കാണുകയും ചെയ്തു. സ്കൂളിൽ സരസ്വതി പൂജ നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. ഈ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളാണെങ്കിലും സംസ്ഥാനത്തെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. മികച്ച പൗരന്മാരെ വാർത്തെടുക്കുന്നതിനാണ് ഞങ്ങൾ ഊന്നൽ നൽകുന്നത് എന്ന് സിസ്റ്റർ ടെസി ജോസഫ് മജിസ്ട്രേറ്റിന് നൽകിയ പരാതിയിൽ അവകാശപ്പെട്ടു. ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ അവകാശപ്രകാരം പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനമാണിതെന്നും സ്കൂൾ പരിസരത്ത് പൂജ അനുവദിക്കാനാവില്ലെന്നും വൈസ് പ്രിൻസിപ്പൽ അവരെ വിനയപൂർവ്വം അറിയിച്ചു. എന്നാൽ എന്തു വന്നാലും സ്കൂൾ പരിസരത്ത് സരസ്വതി പൂജ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സംഘം മടങ്ങിയത് എന്നും പ്രിൻസിപ്പൽ പരാതിയിൽ വ്യക്തമാക്കി. വെള്ളിയാഴ്ചയും ഇതേ ആവശ്യവുമായി മറ്റൊരു കൂട്ടം സ്കൂളിലെത്തിയെങ്കിലും തങ്ങൾ മുൻ നിലപാട് ആവർത്തിച്ചു. തുടർന്ന് സംഘത്തലവൻ സ്വാമിമാരെ കൊണ്ടുവരുമെന്നും പൂജ നടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. പിന്നാലെ മറ്റൊരു സംഘം കൂടി സ്കൂളിലെത്തി പൂജ അനുവദിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അവർ പറഞ്ഞു. സരസ്വതി പൂജയോടും മറ്റ് മതപരമായ ആചാരങ്ങളോടും ഞങ്ങൾക്ക് പൂർണ്ണ ബഹുമാനമുണ്ട്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 അനുസരിച്ച് ഞങ്ങളുടെ മതപരമായ അവകാശം ഉറപ്പുവരുത്തണമെന്നും പ്രസ്തുത സംഘം നിയമവിരുദ്ധമായി അവർ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ശ്രമിച്ചേക്കാമെന്നും സ്വത്തുക്കൾക്കും വ്യക്തികൾക്കും ദോഷം ചെയ്തേക്കാമെന്നും ഞങ്ങൾ ഭയപ്പെടുന്നു എന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അസമിലെ ക്രൈസ്തവ സ്കൂളുകളിലെ യേശുക്രിസ്തുവിന്റെയും കന്യാമറിയത്തിന്റെയും രൂപങ്ങളും കുരിശും ഉടൻ മാറ്റണമെന്ന് യുവമോർച്ച മുൻ സംസ്ഥാന നേതാവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടന കഴിഞ്ഞ ദിവസം അന്ത്യശാസനം നൽകിയിരുന്നു. കുടുംബ സുരക്ഷാ പരിഷത്ത് പ്രസിഡന്റ് സത്യരഞ്ജൻ ബറുവയാണ് അന്ന് അനുചരന്മാരോടൊപ്പം സ്കൂളിലെത്തി ഭീഷണിപ്പെടുത്തിയത്. സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന വൈദികരും കന്യാസ്ത്രീകളും സഭാവസ്ത്രങ്ങൾ ധരിക്കരുതെന്നും സ്കൂളിൽ ക്രൈസ്തവ പ്രാർത്ഥന പാടില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. 15 ദിവസത്തിനകം ആവശ്യങ്ങൾ നടപ്പാക്കണമെന്നാണ് അവരുടെ ഭീഷണി. അല്ലെങ്കിൽ തങ്ങൾ വേണ്ടത് ചെയ്യുമെന്നും അതിന്റെ ഉത്തരവാദിത്വം സ്ഥാപന അധികൃതർക്കായിരിക്കുമെന്നും പറഞ്ഞാണ് അവർ സ്ഥലം വിട്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ ഇന്ത്യ ഇപ്പോൾ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു എന്നാണ് ഹിന്ദുത്വ വിഭാഗങ്ങളിൽ ചിലരെങ്കിലും ധരിച്ചിരിക്കുന്നത് എന്ന് തോന്നും. ഈശ്വരോ രക്ഷതു എന്നല്ലാതെ എന്തു പറയാൻ?